ഹായ്. വിജയുടെ രണ്ടാമത്തെ അവസാന സിനിമ ജനനായകൻ. ഈ സിനിമയിൽ കൂടി അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോടെല്ലാം ഞാൻ 100% യോജിക്കുന്നുണ്ട്. പിന്നെ ഈ പടം ലീക്കായതാണ്, ഓൾറെഡി ലീക്കായതാണ്. എന്റെ മുടി എടുക്കുന്ന ഒരു ബാർബറോട് ചോദിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഞാൻ പോകുന്നൊരു കടയുണ്ട്. അപ്പൊ അയാൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞു തമിഴ്നാട്ടിൽ ഈ പടം കാണാത്തതായിട്ട് ഒരു ഒറ്റ മനുഷ്യനില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാല് ഈ പടം ലീക്കായിട്ട് കംപ്ലീറ്റ് സ്പ്രെഡ് ആവണം എന്നുള്ളത് ഈ സിനിമ ഉണ്ടാക്കിയവരുടെ തന്നെ ആവശ്യമായിരുന്നു. കാരണം ഒരു സിനിമ റിലീസായിട്ട് തിയേറ്ററിൽ റിലീസാകുമ്പോൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ എന്തായാലും ഇത് ലീക്ക് ആവുന്ന സമയത്ത് കാണും. കാരണം ആൾക്കാർക്കൊരു ആകാംക്ഷ ഉണ്ടാവല്ലോ, എന്താണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ആ പടത്തിന് റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇത് കാണാനുള്ളൊരു ത്വര ഉണ്ടാകും. പക്ഷെ അവർ ഡെലിബറേറ്റ്ലി ചെയ്ത കാര്യമാണ്, ഇലക്ഷൻ ഉദ്ദേശിച്ച് ചെയ്ത കാര്യമാണ്. പക്ഷെ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു, സംഭവം നന്നായി വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച പൊളിറ്റിക്സ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സിനിമകളിൽ കുറച്ചായിട്ട് പറഞ്ഞു വന്നിരുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒരു ഒറ്റ സിനിമയിലെടുത്ത് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. എച്ച് വിനോദാണ് ഈ പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ബാലയ്യ അഭിനയിച്ചൊരു പടത്തിന്റെ റീമേക്ക് ആണ്. എന്ന് വെച്ചാൽ ആ റീമേക്കിന്റെ ഒരു കോർ പ്ലോട്ടിനെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു പക്ക വിജയപ്പടം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ബാലയ്യ തന്നെ ഒരു ദുരന്തമാണ്. ബാലയ്യയുടെ സിനിമ എന്ന് പറഞ്ഞാൽ അതിലും വലിയ ദുരന്തമാണ്. ഇതിപ്പോ ഒരു വലിയ ദുരന്തത്തിന്റെ റീമേക്ക് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും കേട്ടോ. അല്ലാതെ ഒരു വലിയ പടം കാണുന്ന ആ ഒരു ഇതിലൊന്നും പോയി കണ്ടേക്കരുത്. കാരണം കുറച്ചൊക്കെ ഒരു ഊക്ക് മൈൻഡ് സെറ്റിൽ ഒരാളാണെങ്കിലല്ലേ നമ്മൾ ചിരിച്ച് സൈഡായി പോകും. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഞാൻ കുറച്ച് സ്പോയിലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. സോ ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. 2 നല്ല കാര്യങ്ങളാണ് വിജയ് ഈ സിനിമയിൽ കൂടി ചെയ്തത്. ഒന്ന്, അഭിനയം അവസാനിപ്പിച്ചു, നല്ല കാര്യം. രണ്ടാമത്തത്, ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് പോയി, അതും നല്ല കാര്യം. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോബി ഡിയോൾ ആണ് ഈ പടത്തിലെ മെയിൻ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പൊ ബോബി ഡിയോൾ ഒരു മെയിൻ വില്ലനായി മാറുന്നതിന് മുമ്പ് പ്രകാശ് രാജാണ് ഈ പടത്തിലെ വില്ലൻ. ഓക്കെ, പിന്നീട് പ്രകാശ് രാജ് സെക്കൻഡ് ആവുക. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ബോബി ഡിയോൾ ഒരു പോലീസുകാരനായിരിക്കും. ബോബി ഡിയോൾ ഒരു ദിവസം ഈ പ്രകാശ് രാജിനെ പിടിക്കാനായിട്ട് ഇയാളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ നാട്ടിലെ എല്ലാ വില്ലന്മാരും, അതായത് ഗുണ്ടകളും എല്ലാ ആൾക്കാരും പ്രകാശ് രാജിന്റെ വീട്ടിലും ഇയാളുടെ ഈ കോമ്പൗണ്ടിനുള്ളിലും ആ പഞ്ചായത്തിലും വാർഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുക. അങ്ങനെ ബോബി ഡിയോള് ഈ വീട്ടിനകത്ത് കയറിയിട്ട് ബോബി ഡിയോളിനെ നാണം കെടുത്തി ഒരു മാതിരിയാക്കി ഇയാളുടെ യൂണിഫോം എല്ലാം വലിച്ചു കയറി അവസാനം ബോബി ഡിയോള് ഒരു യൂണിഫോം എല്ലാം കീറിക്കളയും, ഒരു അണ്ടർവെയർ മാത്രം ഇട്ടിട്ട് നാണം കെട്ടി ഇയാൾ ഈ പ്രകാശ് രാജിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഒരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് ഏതാണ്ട് അതേ ഒരു ഫീലായിരുന്നു. നാണം കെട്ട് നാറി, ഇത്രയും തൊലിഞ്ഞ പടത്തിലാണോ ഞാൻ കയറിയത്, അങ്ങനെ ഒരു ഫീലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ പടത്തില് സൈഡ് വില്ലന്റെ, അതായത് രണ്ടാമത്തെ വില്ലന്റെ ഇൻസൾട്ട് കൊണ്ടും കളിയാക്കൽ കൊണ്ടും ഒരു പോലീസുകാരൻ വില്ലനായിട്ട് മാറി. അതാണ് ബോബി ഡിയോളിന്റെ വില്ലൻ കഥാപാത്രം. ഇത്രയും ഒരു ഗതികെട്ട വില്ലൻ ഇല്ലേ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. പിന്നെ ഈ മെയിൻ വില്ലൻ, അതായത് ബോബി ഡിയോളിന്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പ്രിയാമണിയാണ്. പ്രിയാമണിയുടെ ഒരു ഗെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ സ്കൂട്ടറിന്റെ ഹെൽമെറ്റ് ഇല്ലേ, എന്ന് വെച്ചാൽ ഹാഫ് ഹെൽമെറ്റ്, താഴെ ഈ ഭാഗം ഉണ്ടാവില്ല, പകുതി ഹെൽമെറ്റ്. ആ ഹെൽമെറ്റിന്റെ മേലെ കുറെ ഇങ്ങനെ ഈ തലമുടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ ഒരു വിഗാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നന്നായിരുന്നു കേട്ടോ, കാണുമ്പോൾ തന്നെ നല്ല കോമഡി ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ പടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്. അതായത് ഒരു സീനില് ഒരമ്മായി ഇങ്ങനെ ഒരു ചുവന്ന സാരി എല്ലാം ഉടുത്തിട്ട് ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. ചുറ്റും ഇങ്ങനെ പന്തോലം കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ കണ്ടു കഴിഞ്ഞാല് അമ്മായി ഒന്ന് അൽഫാമാക്കാൻ വെച്ച പോലെ ഉണ്ടാവും. അപ്പൊ ഒരു ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഈ അമ്മായിയുടെ ബ്ലൗസിന്റെ കൈ ഇങ്ങനെ കീറി കളയും. കീറുന്ന സമയത്ത് അവിടെ വിജയുടെ ഫോട്ടോ ഇങ്ങനെ പച്ച കുത്തി വെച്ചിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ ഈ പച്ച കുത്തിയതിന്റെ വേദന മാറാനാണ് ഈ അമ്മായി ഈ ചുറ്റും പന്തോലം വെച്ചിട്ട് മരത്തിന്റെ അടിയിൽ ഇരുന്നത്. എന്നിട്ട് ഇയാൾ എന്തെന്ന് വെച്ചാൽ ഈ അമ്മായിയുടെ തലയിൽ കൂടി ലിറ്ററിന് 114 രൂപ വിലയുള്ള പെട്രോള് എടുത്തൊഴിക്കും. സാധാരണഗതിയിൽ ഈ ഫ്യൂവലിന്റെ അടുത്തുകൂടെ, പെട്രോളിന്റെ അടുത്ത് തീയോ മറ്റുണ്ടെങ്കിൽ എന്തായാലും അത് കയറി പിടിക്കും, തീ പിടിക്കും. പെട്രോൾ അങ്ങനെയാണല്ലോ, ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഭാഗ്യം കൊണ്ടത് E20 പെട്രോൾ ആയിരുന്നു, അതുകൊണ്ട് തീ പിടിക്കില്ല. ആ അമ്മായി അവസാനം ഉറുമ്പരിച്ച് മരിച്ചു പോകും. പിന്നെ ഈ പടത്തിൽ കുറെ വനവാസികളോ അങ്ങനെ ഒരു ടീമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഈ കാട്ടിലെല്ലാം ജീവിക്കുന്ന അല്ലെങ്കിൽ വനപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയില്ല. അപ്പൊ ഇത് മലവാസിന്നോ മറ്റാണ് പറയുന്നത്. മലവാസിയെ തൂക്കടാ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രകാശ് രാജ് പറയും. ഈ തൂക്കടാ എന്ന് പറയുന്ന സമയത്ത് മലവാസികൾ മൊത്തം തൂങ്ങിയിട്ടുണ്ടാവും. ഇവരുന്ന വവ്വാലിന്റെ കാറ്റഗറി വരുന്ന ആൾക്കാരെന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം, ഈ പടത്തിലെ അണ്ണന്റെ കൊണയടിയാണ്, കൊണയോട് കൊണ. അതുകൊണ്ടാണ് ഈ തമ്പനയിൽ ഞാൻ കൊണനായകൻ ഇട്ടത്.
പക്ക ഉപദേശം. പെൺകുട്ടികളെ എങ്ങനെ വളർത്തണം, സ്ത്രീകളെ എങ്ങനെ വളർത്തണം, ഇതൊക്കെ മണിക്കൂറാണ് ചെങ്ങയുടെ ക്ലാസ്. ഈ മമിത ബൈജുവിനെ ഒരു മിലിറ്ററി അക്കാഡമി ട്രെയിനിങ് സെന്ററിൽ കൊണ്ടാക്കുന്ന ഒരു സീൻ ഉണ്ട് പോലെ, അവിടെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ക്ലാസ് ഉണ്ട്. അണ്ണൻ ഫുൾ ടൈം ഉപദേശമാണ്. ഇത്രയും ഉപദേശം കൊടുക്കുന്ന അണ്ണൻ ഈ മമിത ബൈജുവിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വന്തമായിട്ടൊരു ഡിസിഷൻ പോലും എടുക്കാൻ വിടാതെ, എന്ത് ജോലി ചെയ്യണമെന്ന് പോലും തീരുമാനിക്കാൻ വിടാതെ കൂട്ടിലടച്ച പോലെ വളർത്തും. അതായത് നാട്ടിലിറങ്ങി വലിയ പ്രസവം നടത്തും, പക്ഷെ ഇയാളുടെ ഈ കുട്ടിയെ ഈ രീതിയിലാണ് വളർത്തുക. അത് തന്നെ ഒരു വിരോധാഭാസം പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ പടത്തില് മമിത ബൈജുവിന്റെ ഒരു നായകൻ കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ അമ്പലത്തിലെല്ലാം ഉത്സവം ഉണ്ടാകുന്ന സമയത്ത് ചോളപ്പൊരി ഉണ്ടാക്കാൻ വരുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഏതാണ്ട് അതേ ലുക്കുള്ള ഒരു ചങ്ങായി, നല്ലൊരു മൊണ്ണ കഥാപാത്രമായിരുന്നു. മൊണ്ണയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത ആൾ സുനിലാണ്. കഴിഞ്ഞ കുറെ നാളായിട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലൊക്കെ ആയിട്ട് ഇയാൾ ഈ പോലീസ് റോള് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഈ വർഷത്തെ കേരള PSCയുടെ CPO ലിസ്റ്റ് വരുന്ന സമയത്ത് അതിൽ സുനിലിന്റെ പേര് കൂടി ഉണ്ടാകും. സുനിൽ B ഓപ്ഷനാണ് മൊത്തം ടിക്കറ്റ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും കേരള പോലീസിൽ CPO ആയിട്ട് സുനിൽ കൂടി ഉണ്ടാകും. സുനിലിന് പിന്നെ ഒരുപാട് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു വില്ലനൊന്നുമില്ല. ഈ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ പോലെ അയാൾക്ക് കൂടുതൽ അഭ്യാസം കാണിക്കാനൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അപമാനിക്കപ്പെടുന്ന ബോബി ഡിയോളില്ലേ, അയാളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ആളാണ് സുനിൽ. പക്ഷെ സുനിൽ വില്ലനായില്ല, അവസാനം വരെ പോലീസുകാരനായി നിന്നിട്ട് അവസാനം തട്ടിപ്പോകും. പിന്നെ ഈ പടത്തിൽ ഒരു ലോഡ് ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. എത്ര ആൾക്കാരാ! അതായത് നമ്മൾ എണ്ണത്തിൽ പറഞ്ഞാല് വല്ലാണ്ട് കുറഞ്ഞു പോകും. നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് കണക്കിനൊക്കെ പറയേണ്ടി വരും. ഒരു 5-6 ഏക്കർ ആൾക്കാർ തട്ടിപ്പോകുന്നുണ്ട്. 5-6 ഏക്കർ ആൾക്കാർ തട്ടിപ്പോകുന്നുണ്ട് ഈ പടത്തില്. പിന്നെ കുറെ റോബോട്ടുകൾ. ഈ പടത്തിന്റെ VFX എല്ലാം ഒരു ഭയങ്കര ദുരന്തമായിരുന്നു കേട്ടോ. കടലിൽ കൂടി കപ്പലെല്ലാം വരുന്നൊരു സീൻ ഉണ്ട്. എന്ത് ദുരന്തമായിരുന്നു! ഒട്ടും പെർഫെക്ഷൻ ഇല്ലാത്ത VFX വർക്കായിരുന്നു. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഈ കുറെ ഡ്രോണും ഈ റോബോട്ടിനെല്ലാം വെച്ചിട്ടുള്ള ഫൈറ്റിലും ഒരുപാട് VFXന്റെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എനിക്ക് തോന്നുന്നു AI എല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല പെർഫെക്ഷൻ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ടെക്നിക്കലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു പടം കൂടിയാണിത്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആഫ്രിക്കയിൽ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഒരു വല്ലാത്ത ഫൈറ്റ് ആയി പോയി. അതായത് ഒരു പെർഫെക്ഷൻ ഇല്ല ഒന്നില്ല. VFXന്റെ പ്രശ്നം തന്നെയാണ് അതും. ടെക്നിക്കലി ഒട്ടും പോരാത്തൊരു പടം. പിന്നെ ഇതില് പാട്ടും ഡാൻസും പരിപാടിയൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. ഇയാളുടെ പാട്ടില്ല, അതായത് മെയിൻ ഒരു ഡാൻസ് നമ്പർ വരുന്നുണ്ട്. അത് അത്യാവശ്യം അടിപൊളിയായിട്ട് കണ്ടിരിക്കാനായിട്ട് കൊള്ളാം. പിന്നെ ആ പാട്ടിന്റെ അവസാനം വിജയ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ള അടിപൊളി പാട്ടുകളിലെ ചില മെയിൻ പാട്ടുകളുടെ BGM കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ തിയേറ്ററിലുള്ള വളരെ പുവർ ആയിട്ടുള്ള ഓഡിയൻസിനെല്ലാം ഒന്ന് എണിച്ച് തുള്ളാനുള്ള ഒരു അവസരം അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുത്താണ്. അത് കൊള്ളാം. പിന്നെ മറ്റേ രാവണമവന അതിങ്ങനെ BGM ഇട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ സിനിമ ഓൾറെഡി വല്ലാണ്ട് വീക്കായി പോയതുകൊണ്ട് നമുക്ക് ചിരി വരും ഈ രാവണമവന കേൾക്കുന്ന സമയത്ത്. പക്ഷെ അനിരുദ്ധ് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മമിത ബൈജുവും വിജയ്യുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ വിട്ടുപോയ ഒരാൾ നമ്മുടെ ഗൗതം വാസുദേവ മേനോനാണ്. ചങ്ങായി ഒരു ലോറി ഇടിച്ച് തട്ടിപ്പോകും. അത് ആരിടിച്ചു, എന്തിനിടിച്ചു, അതൊന്നും അങ്ങനെ എവിടെയും കാണിക്കുന്നില്ല. അയാൾ എന്തോ മരണപ്പെട്ടു, പിന്നെ കുട്ടി ഇയാളുടെ കയ്യിലായി. ആ രീതിക്കാണ് കഥ പറഞ്ഞു പോകുന്നത്. പിന്നെന്താണ് ഞാൻ പറയാൻ വിട്ടുപോയത്, പടത്തിലെ ആദ്യത്തെ ജയിൽ ഫൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഈ ചളി അടിച്ച് കയറ്റുന്നതിനേക്കാളും മുമ്പ് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഫൈറ്റിലേക്ക് തന്നെ പോയിരുന്നെങ്കിൽ ആ ഫൈറ്റ് കുറച്ചുകൂടി അടിപൊളിയായേനെ. കാരണം അത്രയും ആൾക്കാർ സ്ട്രെങ്ത് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 ജിമ്മിലത്തെ മല്ലന്മാരെ മൊത്തം അവർ ഇറക്കിയിട്ടുണ്ട്. എന്ത് സ്ട്രെങ്ത് ഉള്ള ആൾക്കാരെ അവർ കാണുമ്പോൾ തന്നെ പേടിച്ചു. പക്ഷെ ഫൈറ്റ് കോറിയോഗ്രാഫിയിലൊക്കെ ഒരുപാട് നമുക്കൊന്ന് തൃപ്തി തോന്നൂല. ഒന്നുമില്ലെങ്കിലും പടം ഏതാണ്ട് പോയി. പക്ഷെ ഹീറോയുടെ ഒരു മെയിൻ ഫൈറ്റ്, അതായത് മാസ്റ്റർ ഫൈറ്റ് എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടാവുമല്ലോ, നമുക്ക് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. നമ്മൾ ലിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനം അല്ലേ, ആ ഡ്രോൺ എല്ലാം പറന്നു പോയിട്ട് ഒരു ഈഗിൾ ഐ ടൈപ്പില് ഒരു ഫൈറ്റ് കോറിയോഗ്രാഫിയോട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ടൈപ്പ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഫൈറ്റ് ഒന്നും ഈ പടത്തിലില്ല. പിന്നെ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഡയലോഗ്സ് കയറി വരുന്നുണ്ട്. മെയിൻ പരിപാടി ഇയാളുടെ ഉപദേശമാണ്. കുട്ടിക്കഥ, ആ കഥ, ഈ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ലോഡ് ഉപദേശം. ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും പൊളിറ്റിക്കൽ വ്യൂസ് ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ് ഇത്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ കേരളത്തിലധികം ലീക്ക് ആയിട്ടുള്ള വേർഷൻ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ പടം കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു സിനിമയാണ്. പിന്നെ ബാലയ്യയുടെ പടം ഒരു റഫറൻസ് ആക്കി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ സിനിമയുടെ ഒരു ഭാഗത്ത് ഈ മമിത ബൈജുവിന്റെ കഥാപാത്രം ബാലയ്യയുടെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് കൈയടിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതില് വിജയുടെ കഥാപാത്രം പറയുന്നത്
പെൺകുട്ടികളെ പുലിയെ പോലെ വളർത്തുന്നൊക്കെയാണ്. പക്ഷെ പുലിയെ പോലെ വളർത്തേണ്ട പിള്ളേര് ഈ ബാലയെ പോലത്തെ ഒരു ദുരന്തത്തിന്റെ സിനിമയെല്ലാം കണ്ടു വളരണമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ചില ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ചങ്ങായി കൊടുക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷെ ഒരുപാട് ഉപദേശമാവുന്ന സമയത്ത് ഇത് തന്നെ ഈ കൊണ 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 എന്നിട്ട് ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് മടുക്കും, എങ്ങനെയെങ്കിലൊക്കെ തീർന്നാൽ മതി എന്നൊക്കെ ഉള്ളത്. പിന്നെ അറിയാലോ, പാസമുണ്ട്, അങ്ങനെ നമുക്ക് കാണുമ്പോൾ ക്രിഞ്ച് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പടത്തിലെ നാഭിക, പൂജ ഹെഗ്ഡെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ക്യാരക്ടറിന്റെ പേര് കായൽ എന്നായിരുന്നു. പേര് കായൽ എന്നാണെങ്കിലും സംഭവം ഒരു പൊട്ടക്കുളമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അധികം ചെയ്യാനൊന്നുമില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ ഈ എന്തൊക്കെയോ ഈ ഒരു ക്രിഞ്ച് പരിപാടി ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ സ്റ്റാർട്ടിങ് തൊട്ടേ ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് നമ്മൾ അവിടെ സെറ്റ് ആക്കി വെക്കും. പിന്നെ ഇത്രയും നാള് തമിഴ്നാട് മൊത്തത്തില് രക്ഷപ്പെടുത്തി നടന്നിരുന്ന നമ്മുടെ അണ്ണൻ വിജയിയെ ഒരു സീനിൽ മമിത ബൈജു രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മമിത ബൈജുവിന്റെ കരിയറിലെ ഒരു കാക്കത്തൂവലായിട്ട് ആ ഒരു സീൻ മാറട്ടെ. സോ താങ്ക് യു, നന്ദി വിജയ് ഇത്രയും നാൾ അഭിനയിച്ചതിന്. ഇനി ദയവ് ചെയ്ത് അഭിനയിക്കരുത്, പൊളിറ്റിക്സിൽ തുടരുക. സോ ബൈ.